കേരള PSC 5/8/2023 നടത്തിയ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 1 യൂണിവേഴ്സിറ്റി LGS കൂലി വർക്കർ ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികയുടെ പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 141/2023 ചോദ്യം 1. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം D ആണ്, നമാമി ഗംഗ. ചോദ്യം 2. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം? ചോദ്യം 2. ഉത്തരം B ആണ്, യുണൈറ്റഡ് കിങ്ഡം. ചോദ്യം 3. 2022 ഢാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ചോദ്യം 3. ഉത്തരം A ആണ്, കുഴകങ്ങൾ. ചോദ്യം 4. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ചോദ്യം 4. ഉത്തരം C ആണ്, പോൾ സക്കറിയ. ചോദ്യം 5. 2021-22 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി? ഉത്തരം B ആണ്, നിർമ്മല സീതാരാമൻ. ചോദ്യം 6. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏത്? ചോദ്യം 6. ഉത്തരം C ആണ്, NN-225 മരിയ. ചോദ്യം 7. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആര്? ചോദ്യം 7. ഉത്തരം B ആണ്, PR ശ്രീജേഷ്. ചോദ്യം 8. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ? ഉത്തരം C ആണ്, AN ഷംസീർ. ചോദ്യം 9. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ചോദ്യം 9. ഉത്തരം D ആണ്, ഖത്തർ. ചോദ്യം 10. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആര്? ചോദ്യം 10. ഉത്തരം B ആണ്, സിറിയക് ജോസഫ്. ചോദ്യം 11. കേരളത്തിൻ്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം C ആണ്, മലബാർ തീരപ്രദേശം. ചോദ്യം 12. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? ചോദ്യം 12. ഉത്തരം A ആണ്, ലക്ഷദ്വീപ്. ചോദ്യം 13. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏത്? ചോദ്യം 13. ഉത്തരം B ആണ്, ഉത്തരായന രേഖ. ചോദ്യം 14. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? ഉത്തരം D ആണ്, മാന്നാർ കടലിടുക്ക്. ചോദ്യം 15. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ചോദ്യം 15. ഉത്തരം C ആണ്, കൊല്ലം കോട്ടപ്പുറം. ചോദ്യം 16. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏത്? ഉത്തരം B ആണ്, തോറിയം. ചോദ്യം 17. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? ഉത്തരം D ആണ്, മുംബൈ ഹൈ. ചോദ്യം 18. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം 18. ഉത്തരം D ആണ്, പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 19. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? ഉത്തരം C ആണ്, തുമ്പ. ചോദ്യം 20. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം? ഉത്തരം B ആണ്, ഇന്ത്യൻ റെയിൽവേ. ചോദ്യം 21. വന്ദേമാതരം എന്ന രാഷ്ട്രീയ ഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം D ആണ്, ആനന്ദമഠം. ചോദ്യം 22. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഉത്തരം A ആണ്, 52 സെക്കൻഡ്. ചോദ്യം 23. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഏർപ്പെടുത്തിയത്? താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ചോദ്യം 23. ഉത്തരം C ആണ്, 42-ാം ഭേദഗതി. ചോദ്യം 24. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഈ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഉത്തരം B ആണ്, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ചോദ്യം 25. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആക്ട് 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകുന്നു. ഏത് ഭരണഘടനയുടെ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം A ആണ്, 86-ാം ഭേദഗതി.
ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ചോദ്യം 26. ഉത്തരം ഡി ആണ് സ്വത്തവകാശം. ചോദ്യം 27. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ചോദ്യം 27. ഉത്തരം ബി ആണ് 32-ാം വകുപ്പ്. ചോദ്യം 28. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? ഉത്തരം ഡി ആണ് 2005. ചോദ്യം 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ചോദ്യം 29. തെറ്റെന്ന് പറയുന്നത് എ ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ചോദ്യം 30. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ചോദ്യം 30. ചോദ്യം 30. ഉത്തരം സി ആണ്. 22 ജൂലൈ 1947. ചോദ്യം 31. ബ്രിട്ടീഷ് മേഖലകളിൽ പൈച്ചി രാജ, കൊട്ടിയാട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി? ഉത്തരം എ പഴശ്ശിരാജ. ചോദ്യം 32. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏത്? ചോദ്യം 32. ഉത്തരം സി ആണ്. ലോഗൻ കമ്മീഷൻ. ചോദ്യം 33. തിരസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആര്? ചോദ്യം 33. ഉത്തരം എ ആണ്. അയ്യനടികൾ തിരുവടികൾ. ചോദ്യം 34. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? 34. ഉത്തരം ബി ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം. ചോദ്യം 35. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? ചോദ്യം 35. ഉത്തരം ബി ആണ്. റാണി ഗൗരി പാർവതിഭായ്. ചോദ്യം 36. രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം എ ആണ്. ഹെർമൻ കുണ്ടർട്ട്. ചോദ്യം 37. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? ചോദ്യം 37. ഉത്തരം ബി ആണ്. പുന്നപ്ര വയലാർ സമരം. ചോദ്യം 98. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏത്? ചോദ്യം 38. ഉത്തരം ബി ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി. ചോദ്യം 39. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം സി ആണ്. VT ഭട്ടതിരിപ്പാട്. ചോദ്യം 40. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏത്? ചോദ്യം 40. ഉത്തരം ബി ആണ്. 1891. ചോദ്യം 41. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം ഏത്? ചോദ്യം 41. ഉത്തരം സി ആണ്. ഓസ്ട്രേലിയ. ചോദ്യം 42. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം? ഉത്തരം ബി ആണ്. ടേബിൾ ടെന്നീസ്. ചോദ്യം 43. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ആര്? ഉത്തരം 43. ഉത്തരം എ ആണ്. ധ്യാൻ ചന്ദ്. ചോദ്യം 44. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം സി ആണ്. വയനാട്. ചോദ്യം 45. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം ഏത്? പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം? ഉത്തരം ബി ആണ്. സൈലൻറ്റ് വാലി. ചോദ്യം 46. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഏതാണ്? ചോദ്യം 46. ഉത്തരം സി ആണ്. വട്ടെഴുത്ത് ലിഖിതം. ചോദ്യം 47. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏത്? ചോദ്യം 47. ഉത്തരം ഡി ആണ്. മൂലമറ്റം. ചോദ്യം 48. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏത്? പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി? ഉത്തരം ബി ആണ്. പെരിയാർ. ചോദ്യം 49. 5 തിണയികളിൽ നെയ്തൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം 49. ഉത്തരം ഡി ആണ്. കടൽ തീരത്തെ. ചോദ്യം 50. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം എ ആണ്. ഉമണർ. ചോദ്യം 51. ഒരു ദിവസം ഒരു വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ആര്? ചോദ്യം 51. ഉത്തരം ബി ആണ്. ഡൽഹൌസി പ്രഭു. ചോദ്യം 52. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത്? ചോദ്യം 52. ഉത്തരം ബി ആണ്. ബെൽഗാം. ചോദ്യം 53. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം എ ആണ്.
മൗലാന അബ്ദുൽ കലാം ആസാദ്. ചോദ്യം 54. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചോദ്യം 54. ഉത്തരം ബി ആണ്, ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 55. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? 55. ഉത്തരം സി ആണ്, ക്ലെമന്റ് ആറ്റ്ലി. ചോദ്യം 56. സാന്തോവർ അധിവസിച്ചിട്ടുള്ള ഭൂമി സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി? ചോദ്യം 56. ഉത്തരം സി ആണ്, ദാമിൻ ഇ കോഹ്. ചോദ്യം 57. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത്? ചോദ്യം 57. ഉത്തരം ബി ആണ്, പ്ലാസി യുദ്ധം. ചോദ്യം 58. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ചോദ്യം 58. ഉത്തരം ബി ആണ്, വില്യം ബെൻഡിക് പ്രഭു. ചോദ്യം 59. സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? അതിൻ്റെ ഉത്തരം ബി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 60. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം എ ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ചോദ്യം 61. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് എഴുതുക. ചോദ്യം 61. ഉത്തരം ബി ആണ്, ഇനാമൽ. ചോദ്യം 62. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ചോദ്യം 62. ഉത്തരം സി ആണ്, 8. ചോദ്യം 63. ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഡി ആണ്, ജീവകം സി. ചോദ്യം 64. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഉത്തരം ഡി ആണ്, സുഹൃതം. ചോദ്യം 64. ഉത്തരം ഡി, സുഹൃതം. ചോദ്യം 65. താഴെ പറയുന്നവയിൽ 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? ചോദ്യം 65. ഉത്തരം എ ആണ്, 1ഉം 3ഉം. ചോദ്യം 66. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം 66. ഉത്തരം ബി ആണ്, കോഴിക്കോട്. ചോദ്യം 67. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ്? ഉത്തരം സി ആണ്, 78%. ചോദ്യം 68. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? ഉത്തരം ഡി ആണ്, തെങ്ങ്. ചോദ്യം 69. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ചോദ്യം 69. ഉത്തരം സി ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ചോദ്യം 70. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക വനദിനമായി ആചരിക്കുന്നത്? ഉത്തരം എ ആണ്, മാർച്ച് 21. ചോദ്യം 71. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ബി ആണ്, ജോൺ ഡാൾട്ടൺ. ചോദ്യം 72. സിങ്കിൻ്റെ അയിരിൻ്റെ പേര്? ഉത്തരം ഡി ആണ്, കലാമിൻ. ചോദ്യം 73. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏത്? ചോദ്യം 73 ആണ്. ഉത്തരം എ ആണ്, ഹീലിയം. ചോദ്യം 74. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ബി ആണ്, ഉത്തരം ഓക്സിജൻ. ചോദ്യം 75. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്? ഉത്തരം സി ആണ്, സൾഫ്യൂറിക് ആസിഡ്. ചോദ്യം 76. ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ചോദ്യം 76. ഉത്തരം സി ആണ്, വേഗത സമം ദൂരം ഇൻറ്റു സമയം. അത് ശരിയല്ല. ചോദ്യം 77. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം എ ആണ്, ജൂൾ. ചോദ്യം 78. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? ഉത്തരം ഡി ആണ്, ISRO. ചോദ്യം 78. ഉത്തരം ഡി ആണ്, ISRO. ചോദ്യം 79. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം ബി ആണ്, 37 സെൻറ്റിഗ്രേഡ്. ചോദ്യം 79. ബി ആണ്, 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ചോദ്യം 80. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏത്? ഉത്തരം എ ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 81. 1 മുതൽ തുടർച്ചയായി 21 ഒറ്റസംഖ്യകളുടെ തുക? ചോദ്യം 81. ഉത്തരം ബി ആണ്, 441. ചോദ്യം 82. 1000ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര പൂജ്യമാണ് ഉണ്ടായിരിക്കുന്നത്? ചോദ്യം 82. ഉത്തരം സി ആണ്, 6 ചോദ്യം 83. 90 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും? 83. ഉത്തരം ഡി ആണ്, 25 മീറ്റർ. ചോദ്യം 84. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 84ൻ്റെ ഉത്തരം എ ആണ്, 120.
ചോദ്യം 85. 3:4:5:6:8 സമം ഡാഷ് വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ചോദ്യം 85. ഉത്തരം സി ആണ് 10. ചോദ്യം 86. രണ്ട് സംഖ്യകളുടെ ലസാഗു 300 ഉസാഗ 10 അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ എത്ര? 86. ഉത്തരം ബി ആണ് 50. ചോദ്യം 87. ചോദ്യം 87ൻ്റെ ഉത്തരം എ ആണ്. ചോദ്യം 88. ചോദ്യം 88ൻ്റെ ഉത്തരം ഡി ആണ്. ചോദ്യം 89. ചോദ്യം 89 അതിൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം 90. ചോദ്യം 90ൻ്റെ ഉത്തരം സി ആണ്. ചോദ്യം 91. കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ ഏത്? ചോദ്യം 91 ഉത്തരം എ ആണ്. 72 ആണ് കൂട്ടത്തിൽപ്പെടാത്ത സംഖ്യ. ചോദ്യം 82. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്ര? 92. ഉത്തരം ബി ആണ്. 600 രൂപയ്ക്കാണ് വാങ്ങിയത്. ചോദ്യം 93. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാമാണ്. കൂട്ടത്തിൽ ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം 60.5 കിലോഗ്രാമായി എങ്കിൽ മാറിയ ആളുടെ ഭാരം എത്ര? ഉത്തരം സി ആണ്. 45.5 കിലോഗ്രാം. ചോദ്യം 94. 16 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്നും 80 സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര കഷണങ്ങൾ മുറിച്ചെടുക്കാം? 94. ഉത്തരം എ ആണ്. 20. ചോദ്യം 95. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം സി ആണ്. 59. ചോദ്യം 96. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്ര? ചോദ്യം 96. ഉത്തരം ഡി ആണ്. 8%. ചോദ്യം 97. 97ൻ്റെ ഉത്തരം എ ആണ്. 13. ചോദ്യം 98. ചോദ്യം 98ൻ്റെയും ഉത്തരം ഡി ആണ്. ചോദ്യം 99. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/മണിക്കൂർ വേഗത്തിലും ആണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്ര? 99. ഉത്തരം ബി ആണ്. 24 km/മണിക്കൂർ. ചോദ്യം 100. ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകനിപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോഴുണ്ടാകുന്ന അച്ഛൻ്റെ പ്രായം? ഉത്തരം സി ആണ്. 65 വയസ്സ്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.